ിലും നമ്മുടെ ഷോപ്പിങ്ങുകളിലും എല്ലാ സ്ഥലങ്ങളിലും റോഡുകളിൽ നാം പെരിന്തൽമണ്ണ ടൗണിൽ നിറഞ്ഞു കണ്ടു. നമ്മുടെ സമുദായത്തിൽപ്പെട്ട എത്രയോ സഹോദരി സഹോദരന്മാർ ആണെന്നോ പെണ്ണെന്നോ തിരിച്ചറിയാൻ പറ്റാത്ത ശരീരത്തിൽ ഇറുകിച്ചേർന്ന ഉള്ളിലുള്ള അവയവങ്ങളെ കാണുന്ന രൂപത്തിൽ വസ്ത്രങ്ങൾ, നേരിയ വസ്ത്രങ്ങളെ കൊണ്ട്, ടൈറ്റായ വസ്ത്രങ്ങളെ കൊണ്ട് വരുന്നവരെ നമ്മൾ കണ്ടു. ഒരുപക്ഷേ ഈദ്ഗാഹിലോ ജുമാക്കോ നിങ്ങൾ അപൂർവം ആളുകളെ അങ്ങനെ കണ്ടേക്കും. നമ്മൾ അവരെ തുറിച്ചു നോക്കുകയല്ല സുഹൃത്തുക്കളെ വേണ്ടി. അവരും മാറും, നമ്മൾ മാറിയതുപോലെ അവർ മാറും. അവർ മാറേണ്ടതുണ്ട്. ഒരു കാര്യം ഓർക്കുക, കാസിയാത്തുൻ ആരിയാത്ത്, ധരിച്ചവരാണ് നഗ്നകളാണ്. നമുക്കറിയാം ഈ വേഷം ശരിയല്ലെന്ന്. മക്കൾക്ക് വാങ്ങിക്കൊടുക്കുമ്പോൾ സുഹൃത്തുക്കളെ ഒന്നാലോചിക്കണം. പ്രേമമെന്ന് പറഞ്ഞ്, സ്നേഹമെന്ന് പറഞ്ഞ് നമ്മുടെ പെൺകുട്ടികളോടൊപ്പം ചേർന്ന് ഇൻസ്റ്റഗ്രാമിൽ അവരെ ഫോളോ ചെയ്ത് അവരെ വശീകരിച്ചെടുത്ത് സുഹൃത്തുക്കളെ ആവശ്യങ്ങൾ നിർവഹിച്ച് വലിച്ചെറിയുന്ന രംഗങ്ങൾ ഇന്നലെ പോലും പത്രങ്ങളിൽ നമ്മൾ കണ്ടു. നമ്മുടെ കുട്ടികളെ നോക്കി നടക്കുന്നവരാരാണെന്ന് നമ്മൾ ആലോചിക്കണം. രാത്രി മുഴുവൻ പോൺ വീഡിയോസ് കണ്ട് അതിലെ ഏറ്റവും നല്ല രംഗങ്ങൾ ക്ലിപ്പ് മുറിച്ച് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുന്നവന്റെ കൂടെയാണ് നമ്മുടെ പെൺകുട്ടികൾ. അവർക്ക് കാണാനാണ് ഇറുകിയ വസ്ത്രങ്ങളുമായി നമ്മുടെ പൊന്നോമന മക്കളെ അയക്കുന്നത്. നാം ആലോചിക്കുക, അവരെ റാഞ്ചി കൊണ്ടുപോകും. അവർ ആക്സിഡന്റിൽ മരിച്ചതാണെങ്കിൽ ഒരുപക്ഷെ ഒരു രക്തസാക്ഷിത്വം ഉണ്ടല്ലോ എന്ന് സമാധാനിക്കും. അവരെവിടെയെങ്കിലും പോയി എന്തെങ്കിലും അപകടം പറ്റിയതാണെങ്കിൽ നമുക്ക് സഹിക്കാം. എന്നാൽ സുഹൃത്തുക്കളെ, കൺമുന്നിൽ നിന്ന് നമ്മുടെ മക്കളെ ഏതെങ്കിലും അധാർമികതയിൽ ജീവിക്കുന്ന ആളുകൾ ഇറക്കിക്കൊണ്ടുപോകുന്ന രംഗം കാണാൻ നിങ്ങളുടെ മനസ്സുകൾക്ക് ശേഷിയുണ്ടോ? നമ്മുടെ മക്കൾ നഷ്ടപ്പെടാൻ ആൺപെൺ ബന്ധങ്ങൾക്ക് യാതൊരു ലൈസൻസും ഇല്ലാത്ത ഈ കാലത്ത് നിങ്ങളുടെ പെൺകുട്ടികൾക്ക് അല്ല പറഞ്ഞ വസ്ത്രം കൊടുത്തോളൂ. അല്ല യൂദൈന, അവർ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ, നമ്മുടെ പെൺമക്കൾ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ ആണ് വേഷം അള്ളാഹു പറഞ്ഞതെങ്കിൽ ആ വേഷത്തെ ധിക്കരിക്കുന്നവർ ആ ഉപദ്രവങ്ങളും വേദനകളും ഇവിടുന്ന് കണ്ടുപോകേണ്ടി വരും. മാറ്റങ്ങളുണ്ടാണ് സുഹൃത്തുക്കളെ, നമ്മൾ അഭിമാനിക്കണം. വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾ ലോകത്തെ ഏറ്റവും നന്നായി സിനിമകളിൽ അഭിനയിച്ച് ഏറ്റവും നല്ല സെലിബ്രിറ്റികളായി വന്നിരുന്ന പല സഹോദരിമാരും മാറിയിട്ട് ഇസ്ലാമിന്റെ ഫുൾ വേഷങ്ങൾ ധരിച്ചിട്ടാണ് അവർ ഹറമിലെത്തുന്നത്, അവർ ജീവിക്കുന്നത്. ഇന്ന് അവർ ഖേദിക്കുന്നത് എന്താണ്? വൃത്തികെട്ട നഗ്നത കാണിച്ചുകൊണ്ടെടുത്ത ഫോട്ടോകൾ ഇപ്പോഴും യൂട്യൂബിൽ കിടക്കുന്നുവല്ലോ, സിനിമകളിൽ കിടക്കുന്നുവല്ലോ എന്ന വേദനയാണ് അവർക്കുള്ളത്. ഫോട്ടോ, മോശമായ വേഷങ്ങൾ ധരിച്ച് നടക്കുക മാത്രമല്ല, അത് ഫോട്ടോ എടുത്ത് നാട് മുഴുവനും ഷെയർ ചെയ്യുന്നത് എത്രമാത്രം പ്രയാസകരമാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഒരു മാറ്റത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം.